ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏറ്റവും പുതിയ വിശേഷം നമ്മുടെ ചെമ്പനീർ പൂവിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുധി ഒരു ബിസിനസ് മാനാക്കിയ ചന്ദ്രമതി ഹോം അപ്ലയൻസ് എന്ന് പറഞ്ഞ ആ ഷോറൂം സീൽ ചെയ്ത് പോകുന്ന എപ്പിസോഡാണ് ഉടനെ വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സുധി ഷോറൂമിൻ്റെ GST ഒന്നും അടയ്ക്കുന്നില്ല കേട്ടോ. GSTയുടെ ആൾക്കാർ ഒരുപാട് തവണ മെയിൽ ചെയ്തിട്ടും കോൾ ചെയ്തിട്ടൊന്നും സുധി അത് അറ്റൻഡ് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ സുധി GSTയുടെ കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. അതാണെങ്കിലോ ശ്രുതിയോടൊരു വാക്ക് പോലും പറഞ്ഞിട്ടുമില്ല GST ഈ ഷോറൂമിൻ്റെ അടക്കാത്ത കാര്യം. അപ്പോൾ ഒരുപാട് മെയിലിനും കോൾസിനും ഒന്നും റിപ്ലൈ തരാണ്ടാവുമ്പോഴേക്കും ഈ GSTയുടെ ആൾക്കാർ ഷോറൂമിലോട്ട് വരുവാണ്. നിങ്ങളും ഈ സ്റ്റാഫ്സും എത്രയും വേഗം ഈ ഷോറൂമിൽ നിന്ന് ഇറങ്ങണം, ഞങ്ങൾക്ക് ഇത്രയും വേഗം ഈ ഷോറൂം സീൽ ചെയ്ത് പോവേണ്ടതാണെന്ന് പറയുമ്പോഴേക്കുമാണ് ശ്രുതിക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. ശ്രുതിയാണെങ്കിലോ ഒന്നും മനസ്സിലാവാതെ അങ്ങനെ ഇരിക്കുവാണ്. ശ്രുതിനോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി എന്തു പറ്റി, എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ ശ്രുതി ഇത് GST ഞാൻ അടച്ചിട്ടില്ലായിരുന്നു, അതിൻ്റെ ആൾക്കാരെ ഇവരെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് അങ്ങോട്ട് ദേഷ്യം വരുവാണേ. ശ്രുതി എന്ത് പണിയാണ് ഈ കാണിച്ചത്, GST അടച്ചിട്ടില്ലെന്നോ, എന്നിട്ട് എന്നോട് എന്ത് ഇത്ര നാളായിട്ട് പറയാത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും വന്ന ഓഫീസർമാരൊക്കെ പറയുന്നുണ്ട്, മാഡം ഞങ്ങൾ ഒരുപാട് മെയിൽസും കോൾസും ഒക്കെ ചെയ്തായിരുന്നു, പക്ഷെ ഒരു റിപ്ലൈയും ഇല്ല, ലാസ്റ്റ് ഡേറ്റും കഴിഞ്ഞു, നിങ്ങൾ എത്ര വേഗം ഇവിടെ നിന്ന് ഇറങ്ങിത്തരണം എന്ന് പറയുമ്പോഴേക്കും ആകെ തകർന്ന അവസ്ഥയിലാണ് ശ്രുതിയൊക്കെ. കാരണം ഇനി നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലൊക്കെ ഒരു നാണം കെട്ട അവസ്ഥയായിരിക്കുമല്ലോ. ശ്രുതിയുടെ ബിസിനസ് സ്വപ്നങ്ങളും ഇതോടുകൂടെ തകിടം മറിയും, എല്ലാം പോകും എന്നൊക്കെ ഒരു പേടി ശ്രുതിക്ക് അപ്പോഴാണ് വരുന്നത്. സാർ പ്ലീസ് സാർ ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി തരണം എന്ന് പറഞ്ഞ് അപേക്ഷിക്കുമ്പോഴും ഇവർ കേൾക്കുന്നില്ല കേട്ടോ. ഇവർ പറയുന്നുണ്ട്, ഇല്ല നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റും കഴിഞ്ഞു, എത്ര വേഗം ഇവിടെ ഇറങ്ങണം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, സാർ ഞാൻ ഈ ശ്രുതിയുടെ ഭാര്യയാണ്, എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു, ശ്രുതി എന്നോട് ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല, പ്ലീസ് സാർ എനിക്ക് ഒരു 15 മിനിറ്റെങ്കിലും തരണം സാർ, പ്ലീസ് ഞാൻ എങ്ങനെയെങ്കിലും ആ ക്യാഷ് അറേഞ്ച് ചെയ്തുകൊണ്ട് വരാമെന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും, ശ്രുതി നീ എവിടെ നിന്ന് ഇത്രയും കാശ് അറേഞ്ച് ചെയ്തുകൊണ്ട് വരും എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവാണ്. ശ്രുതി എന്നോടൊരു വാക്ക് പോലും മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ്. പിന്നെ പൈസക്ക് വേണ്ടിയിട്ടുള്ള ശ്രുതിയുടെ കുറേ ഓട്ടങ്ങളൊക്കെയാണ് കാണുന്നത്. ഒരുപാട് പേരോട് പൈസയൊക്കെ കടം ചോദിക്കുന്നുണ്ട്. അറിയാവുന്നവരാരും ഇല്ലല്ലോ ശ്രുതിക്ക് ആ നാട്ടിൽ. പക്ഷെ എന്നാലും ചോദിക്കുന്നവരൊന്നും ശ്രുതിക്ക് കൊടുക്കുന്നില്ല. മീരയുടെ കയ്യിലും അത്രയും കാശൊന്നും ഉണ്ടാവുന്നില്ലേ. ലാസ്റ്റ് ശ്രുതിയുടെ അമ്മയെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. അമ്മേ, ഞാൻ ആദിക്ക് വേണ്ടി കൂട്ടിവെച്ച കാശ് അമ്മയുടെ കയ്യിൽ ഇരിപ്പില്ലേ, സ്വർണ്ണങ്ങളായിട്ടും കാശായിട്ടൊക്കെ കുറേശ്ശെ ഞാൻ അയച്ചു തന്നില്ലേ, അത് എത്രയും വേഗം എനിക്കൊന്ന് കൊണ്ടുവന്ന് തരണം എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, എന്തിനാ മോളെ, എന്താ നിനക്ക് ഇത്ര അത്യാവശ്യം എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് ഞാൻ അമ്മയോട് പിന്നെ പറഞ്ഞോളാം, അല്ലെങ്കിൽ വേണ്ട ഞാനിപ്പോൾ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി നേരെ വീട്ടിലോട്ട് പോവാണേ. വീട്ടിലോട്ട് പോയിട്ട് അവിടെ അമ്മയുടെ അടുത്ത് നിന്നും എത്ര വേഗം അമ്മ അത് എടുത്തുകൊണ്ട് വാന്ന് പറയുമ്പോഴേക്കും ശ്രുതി തന്നത് തന്നെയല്ലേ അമ്മ അത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഇത് ആദ്യയുടെ ഭാവി മുൻകൂട്ടിക്കൊണ്ട് നീ കൂട്ടിവെച്ച സ്വർണ്ണങ്ങളൊക്കെ അല്ലേ മോളെ, ഇതെടുക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ മോനെ വേണ്ടി ഞാൻ പിന്നെ സമ്പാദിച്ചോളാം, അമ്മ അത് അർത്ഥം ടെൻഷനൊന്നും അടിക്കേണ്ട, എനിക്കിപ്പോൾ തന്നെ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചുകൊണ്ടും ശ്രുതി പോയിട്ട് അത് വിൽക്കാൻ വേണ്ടി പോവാണേ. പക്ഷേ അവിടുത്തെ സമയമാണെങ്കിലോ കഴിഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഷോറൂമിലെ സിറ്റുവേഷൻ ഇങ്ങനെ മോശമായിക്കൊണ്ടിരിക്കുവാണ്. ശ്രുതിക്കാണെങ്കിൽ പ്രഷർ കൂടി വരുവാണ്. ഇവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു തന്ന 15 മിനിറ്റും ഇപ്പോൾ കഴിഞ്ഞിരിക്കുവാണ് സാർ, ഇവിടെ നിന്ന് ഇറങ്ങണം, എത്രയും വേഗം ഇറങ്ങണം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, സാർ എൻ്റെ വൈഫ് ഒന്ന് വന്നോട്ടെ, അവൾ എത്രയും വേഗം കാശ് അറേഞ്ച് ചെയ്തുകൊണ്ട് വരും, നിങ്ങൾ ഞങ്ങൾക്ക് ഒരു 10 മിനിറ്റും കൂടി സമയം താന്ന് പറയുമ്പോഴേക്കും ഓഫീസർമാർ പറയുന്നുണ്ട്, ഇനി നിങ്ങളുടെ ഒരു സമയം പറിച്ചിലും ഞങ്ങൾക്ക് കേൾക്കണ്ട, ഇവിടെ നിന്ന് ഇറങ്ങണം, ദേ ഈ നോട്ടീസ് കണ്ടോ, ഈ ഷോറൂം അടച്ചിട്ട് ഇത് ഞങ്ങൾക്ക് നോട്ടീസിൻ്റെ മുമ്പിൽ ഒട്ടിച്ചിട്ട് വേണം സീൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്ക് സങ്കടവും എല്ലാം ആവുകയാണ്. ഷോറൂമിലെ സ്റ്റാഫ്സൊക്കെ ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഓഫീസർ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫിനെയും കൂട്ടി എളുപ്പം ഇറങ്ങണം, ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും സ്റ്റാഫ്സിനെയും നിർബന്ധിച്ച് പുറത്തോട്ടിറക്കുവാണ്. പുറത്തോട്ടിറക്കി ഷോറൂമിൻ്റെ ഷട്ടർ ഇടുന്ന ടൈമിൽ ശ്രുതി ഓടി വരുവാണ് കേട്ടോ. സാർ പൂട്ടല്ലേ, സീൽ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഓടി വരുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിനോട് പോയി ചോദിക്കുന്നുണ്ട്, എന്തായി ശ്രുതി, കാശ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതൊക്കെ കിട്ടി ശ്രുതി, സാർ ഞാൻ കാശ് എത്രയും വേഗം ട്രാൻസ്ഫർ ചെയ്ത് തരാം, നിങ്ങൾ സീൽ ചെയ്യല്ലേ പ്ലീസ് സാർ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുവാണ്. അപ്പോൾ ഓഫീസർ പറയും, ശരി എളുപ്പം പോയി എന്നാൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് വാ. അപ്പോൾ പറയുന്നുണ്ട് ശ്രുതി, സാർ ട്രാൻസ്ഫർ അല്ല ചെക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി എളുപ്പം ചെക്കിൽ ഒപ്പിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഒപ്പിട്ട് കൊടുക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, ഇതായി പോവോ, ബൗൺസായി പോകുന്ന ചെക്ക് വല്ലതും ആണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇല്ല സാർ ഒരിക്കലും അല്ല, ഞാൻ നിങ്ങളെ പറ്റിക്കുന്നതല്ല സാർ, ഇത് ഒറിജിനൽ ചെക്ക് തന്നെയാണ്, നിങ്ങൾ കൊണ്ടുപോകണം, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾ കറക്റ്റ് സമയത്ത് GST അടച്ചോളാം എന്നൊക്കെ പറയുമ്പോഴേക്കും ഓഫീസർമാർ പറയുന്നുണ്ട്, മോളെങ്കിലും അത് ശ്രദ്ധിക്കുക, ഞങ്ങൾക്ക് ഒരുപാട് മെയിൽ
മെയിലൊക്കെ അയച്ചിട്ടും ഇയാൾക്ക് ഒരു റെസ്പോൺസും ഇല്ല. മോളിനെങ്കിലും ഇതിന് കുറച്ച് ചൂടൊക്കെ വേണം കേട്ടോ, അല്ലെങ്കിൽ ഇനി ഞങ്ങൾക്കൊരു മുൻകൂട്ടി അറിയിക്കലൊന്നും ഉണ്ടാവില്ല, നേരെ വന്ന് സീൽ ചെയ്ത് പൂട്ടിപ്പോവലാന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിലും സന്തോഷമായി, ശ്രുതിനോട് ഒരുപാട് സ്നേഹവും ഇതൊക്കെ തോന്നുവാണെങ്കിൽ ശ്രുതിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എൻ്റെ ശ്രുതി, നീയാണ് എൻ്റെ വിജയത്തിൻ്റെ കാരണം, നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഈ സ്വപ്നവും എല്ലാം അടിഞ്ഞു പോയാനായിരുന്നു. നിനക്ക് എവിടെ നിന്ന് കിട്ടി ശ്രുതി ഈ കാശെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ കടം മേടിച്ചു, അല്ലാതെ പിന്നെ. അപ്പോൾ ശ്രുതി പറയും, കടം മേടിച്ചെന്നോ, ഇത്രയും കാശോ, കടം മേടിക്കാതെ പിന്നെ എങ്ങനെയാ ശ്രുതി എന്നൊക്കെ ശ്രുതി തിരിച്ച് ചോദിക്കുന്നുണ്ട്. ശ്രുതിയുടെ വായടപ്പിക്കുന്നുണ്ട്. ശ്രുതി എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കരുത്, ഇതുപോലുള്ള അവസരങ്ങൾ വരുമ്പോഴാണ് ഞാൻ കടം മേടിക്കുന്നത്. അന്ന് എന്നോട് ചൂടായാലോ, ആഞ്ജലിയുടെ അടുത്ത് നിന്നൊക്കെ എന്തിനാ കടം മേടിച്ചതെന്ന് ഇപ്പം മനസ്സിലായില്ലേ. ശ്രുതി ഓരോന്ന് ഒപ്പിച്ച് വെക്കും, കടം മേടിക്കാൻ ഞാൻ കടം മേടിച്ചതാന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി സമാധാനിപ്പിക്കുന്നുണ്ട്. ശ്രുതി, നീ ടെൻഷൻ ആവല്ലേ, എനിക്ക് മനസ്സിലാവും, ഞാൻ പെട്ടെന്നുള്ളൊരു ഇതിൽ തോന്നിയതാണ്, ഞാൻ ഇത് ഇത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് വിചാരിച്ചു പോലുമില്ല. എൻ്റെ ശ്രുതി, അമ്മ പോലും ഈ അവസരത്തിൽ എനിക്ക് ഇത്രയും കാശ് തരുമെന്ന് സംശയമാണ്, പക്ഷെ നീ എനിക്ക് വേണ്ടി കാശ് ഒപ്പിച്ചു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതിക്ക് വേണ്ടിയിട്ടോ, ഈ ഷോറൂം നമ്മുടെ അല്ലേ ശ്രുതി, അപ്പം പിന്നെ ഇത് പൂട്ടിപ്പോയാലുള്ള ഇത് എനിക്കും കൂടിയില്ലേ, ശ്രുതി എന്താ ശ്രുതിയുടെ കാര്യമായിട്ട് മാത്രം ചിന്തിക്കുന്നതെന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശരിയാ, നമ്മുടെ ഷോറൂമായത് ഇത് പൂട്ടിപ്പോയ ആ സച്ചിയുടെ മുമ്പിലൊക്കെ നമ്മൾ നാണം കെട്ട് തല കുനിച്ച് നിൽക്കേണ്ടി വന്നാനേ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ കാരണം നീ ആ ശ്രുതി എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ വലിയൊരു നാണക്കേടിൽ നിന്നും അവർ രക്ഷപ്പെട്ടിരിക്കുകയാണ്. സീൽ ചെയ്ത് പൂട്ടിപ്പോകാൻ വേണ്ട ലാസ്റ്റ് നിമിഷത്തിലാണ് ശ്രുതി ഈ കാശും കൊണ്ടൊക്കെ വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി കൂട്ടത്തിൽ ശ്രുതിനോട് പറയുന്നുണ്ട്, വീട്ടിലൊരാളോട് പോലും ഈ കാര്യം പറയരുത്, പ്രത്യേകിച്ച് നിൻ്റെ അമ്മയോട് പറയരുതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, അമ്മയോട് പറയണ്ടേ, അമ്മയല്ലേ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലൊരു രഹസ്യം പോലും പാടില്ലെന്ന്. അപ്പോൾ ശ്രുതി പറയും, ദേ അമ്മേനോടെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇത് അമ്മ അറിഞ്ഞാൽ അതിന് അതിലും വലിയ പ്രശ്നമാവും, ശ്രുതി പറയാൻ നിൽക്കരുത്, ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശരി ഞാൻ പറയുന്നില്ല, സച്ചിയും അറിയാൻ പാടില്ല, വീട്ടിലുള്ള ഒരാളും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുവാണ്. ഇതൊക്കെയാണ് ചെമ്പന്തിരിപ്പൂവിലെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാനൊരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.